Hello friends, welcome to Abyss Road. So, when 2024 is coming to an end, ഈ ഒരു ടൈമിൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ യങ് സൂപ്പർ സ്റ്റാർസും അവരുടെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മനോഹരമായ വർഷമായിരുന്നു ഇത്. എക്സാമ്പിൾ, ഫാഫയ്ക്ക് ആവേശം എന്ന മൂവി, പൃഥ്വിരാജിന് ആടുജീവിതം, ആസിഫ് അലിക്ക് കിഷ്കിന്ധാകണ്ഠം, ടൊവിനോയ്ക്ക് ARM, അങ്ങനെ ഒരു പിടി നല്ല ചിത്രങ്ങൾ നമ്മുടെ യങ് സൂപ്പർ സ്റ്റാർസിന് കിട്ടി. ഈ ഒരു ടൈമിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഒരു കാലഘട്ടത്തിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ വിറപ്പിച്ച വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്രൗഡ് പുള്ളറായ മോഹൻലാൽ എന്ന ആക്ടറിനോട് വരെ കോമ്പറ്റീഷൻ കൊടുത്ത, അതുപോലെ ഏതൊരു ആക്ടറിനോടും ആ ടൈമിലെ ഏതൊരു ബിഗീസിനോടും ക്ലാഷ് റിലീസ് വയ്ക്കാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടർ, ദ വൺ ആൻഡ് ഓൺലി നിവിൻ പോളി. ആക്ച്വലി നമുക്കറിയാം, ആ ഒരു ആക്ടറുടെ ആ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് വടക്കൻ സെൽഫി, ഓം ശാന്തി ഓശാന, ആക്ഷൻ ഹീറോ ബിജു, ജേക്കബിൻ്റെ സ്വർഗരാജ്, അങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ആ ഒരു ആക്ടർ. പ്രേമം പോലൊരു സിനിമ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള, അതായത് യൂത്തിനിടയ്ക്കാണെങ്കിലും എല്ലാവരുടെ ഇടയ്ക്കാണെങ്കിലും അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ പിന്നീട് വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിൽ ജോർജ് ഡേവിഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളി എത്രത്തോളം മനോഹരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോക്സ് ഓഫീസ് വൈസ് ആണെങ്കിലും ആക്ടിങ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് പാക്കേജ് തന്നെയായിരുന്നു നിവിൻ പോളി എന്ന് പറയുന്നത്. അതായത് കോമഡിക്ക് കോമഡി, മാസിന് മാസ്, ആക്ഷൻ, പിന്നെ അതുപോലെ ഇമോഷണൽ സീൻസ് ആണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട്, വളരെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബെറ്റർ ആക്ടർ. ബട്ട് ഈ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മീൻസ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് വളരെ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ്. അത് നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അത് പറയാനുള്ളൊരു കാരണം, ഐ തിങ്ക് ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് പിന്നീട് വന്ന കണ്ടിന്യൂസ് ഫ്ലോപ്പുകളായിരുന്നു എല്ലാം തന്നെ. അതിനു മുമ്പാണെങ്കിലും ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ഇടയ്ക്ക് 1-2 ഫ്ലോപ്പുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വന്നത് ഫുൾ കണ്ടിന്യൂസ്ലി ഫ്ലോപ്പുകൾ മൊത്തത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ആക്ച്വലി നല്ല സിനിമകളുണ്ട് അതിൽ തന്നെ. ഇപ്പം പടവെട്ട് എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയാണ്, പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടൊന്നും സാധിച്ചില്ല. പിന്നീട് വന്നിട്ടുള്ളത് ഇപ്പം രാമചന്ദ്ര ബോസ് ആൻഡ് ഗോ, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ, ഇതൊക്കെ എടുത്ത് നോക്കിയാലും എല്ലാം തന്നെ ഒരു ഫ്ലോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അദ്ദേഹം എന്ന് പറയുന്ന ആക്ടറുടെ ആ ഒരു എല്ലാ തരത്തിലുള്ള യൂട്ടിലൈസേഷൻ ഒന്നും തന്നെ നമുക്കിവിടെ ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അത് വല്ലാത്തൊരു മിസ് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചു പോയിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നല്ല രീതിയിൽ, നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പീക്ക് ഇറ തന്നെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ടൈമിൽ അദ്ദേഹം പ്രൊഡക്ഷനിലേക്ക് മാറുകയും പിന്നെ അതുപോലെ വെറൈറ്റി സിനിമാസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള പല അവസരങ്ങൾക്കും, നല്ല അവസരങ്ങൾക്കും നോ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാവാം, അറിയില്ല. എന്താണെങ്കിലും വല്ലാണ്ട് ഒരു വേഴ്സ്റ്റ് ഫേസിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കരിയർ മുന്നോട്ട് പോയത്. നമുക്കറിയാം, ഇപ്പോഴും സ്റ്റിൽ നൗ ഒരു നല്ലൊരു സിനിമ അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ഇരു കൈയും നീട്ടി മലയാളി പ്രേക്ഷകർ അത് സ്വീകരിക്കും. അക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് വർഷങ്ങൾക്ക് ശേഷം വന്നൊരു സിനിമയിൽ ഒരു ക്യാമിയോ കൊടുത്തപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച ലെവൽ. ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ തന്നെ അദ്ദേഹമാണ്. ആ ഒരു സിനിമയെ പിടിച്ചു നിർത്തിയത് അദ്ദേഹം തന്നെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മളത് സ്വീകരിക്കും ഉറപ്പായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് പാക്കേജ് തന്നെയാണ് അദ്ദേഹം. ഒരു ഓൾറൗണ്ടർ ലെവലിൽ തന്നെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് അക്സെപ്റ്റബിൾ ആണ്. അദ്ദേഹം ചെയ്യുന്നത് പോലെ കോമഡി ലെവൽ മറ്റൊരു യങ് സൂപ്പർ സ്റ്റാർ അത്രയ്ക്കും നാച്ചുറലായി, അത്രയ്ക്കും സിമ്പിളായി ചെയ്യാൻ, അക്കോർഡിംഗ് ടു മീ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വേറെ ആരും അത്രയും ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും വളരെ ഗുഡ് ആക്ടർ തന്നെയാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. തിരിച്ചു വരും. അദ്ദേഹം തന്നെ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന
അല്ലെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു സിനിമയിലെ ഡയലോഗുണ്ട്. KGF എന്ന മൂവിയിൽ, മലയാളം ഡബ് ഡയലോഗാണ് കേട്ടോ, അത് ഞാൻ പറയുകയാണ്. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്, സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്, ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു, എന്നോ തിരിച്ചു വരുന്ന പ്രതീക്ഷയുമായി. വരും, തിരിച്ചു വരും.